നമസ്കാരം. 2026 SSLC വിദ്യാർത്ഥികൾക്ക് എളുപ്പമാർഗത്തിൽ കെമിസ്ട്രിയെ എങ്ങനെ വെറുതെയിലാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. എൻ്റെ പേര് മിഷാജ് മോഹൻ, തൃശ്ശൂരാണ് വീട്. ആദ്യം ഞാൻ പറയട്ടെ, കമ്പസ്റ്റിൻ എന്ന് പറയുന്ന ഭാഗമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. കമ്പസ്റ്റിൻ അഥവാ ജ്വലനം, വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ബാലൻസിങ് അഥവാ സന്തുലനം എന്ന് പറയുന്നത് പലപ്പോഴും ബുദ്ധിമുട്ട് കടമ്പകളേറെയാണ് എന്ന് കേട്ടിരിക്കുന്നു. നമുക്കതൊന്ന് ശ്രമിച്ചു നോക്കാം. കമ്പസ്റ്റിൻ അഥവാ ജ്വലനം എന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നതിൻ്റെ ടോപ്പിക്കിൻ്റെ നാമം. ഹൈഡ്രോകാർബണുകൾ ജ്വലിക്കുക അല്ലെങ്കിൽ കത്തുക എന്ന് പറയുന്നത് കത്തുക എന്ന് പറയുന്നത് ഓക്സിജനുമായിട്ടുള്ള രാസപ്രവർത്തനത്തിന്റെ ഫലമാണ്. ഏത് ഹൈഡ്രോകാർബൺ ആയിക്കോട്ടെ, ഞാനതിനെ ചെറുതാക്കി HC എന്ന് എഴുതാണ്. ഹൈഡ്രോകാർബൺ അത് ആൽക്കൈൻ ആയിക്കോട്ടെ, ആൽക്കീൻ ആയിക്കോട്ടെ, ആൽക്കൈൻ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതെല്ലാം തന്നെ ജ്വലനത്തിന് വിധേയമാകുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് ഉൽപ്പന്നങ്ങൾ അഥവാ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ജലവും അഥവാ വാട്ടറും കാർബൺ ഡയോക്സൈഡുമാണ്. ഇതിന്റെ സമീകരണമാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്, മാർക്ക് നേടേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇത് എങ്ങനെ സമീകരിക്കാം. സമീകരണം അഥവാ ബാലൻസിങ് ഓഫ് എ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ രണ്ട് ഭാഗങ്ങളായിട്ട് നമ്മൾ മാറ്റും. ഇതിന്റെ ഈ ഇപ്പുറത്തുള്ള ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് റിയാക്ടന്റ് എന്ന് ഇംഗ്ലീഷിലും അഥവാ അഭികാരകം എന്ന് മലയാളത്തിലും പറയും. മറുഭാഗം മൊത്തമായി പറയുന്ന പേരാണ് പ്രൊഡക്ട്സ് അഥവാ ഉൽപ്പന്നം എന്ന് പറയുന്നു. സന്തുലനം സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത്, പക്ഷെ ഇതിലൊരു വ്യത്യസ്തത ഇതിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സാധാരണ നമ്മൾ സന്തുലനം ചെയ്യുക. നമ്മൾ ഏതെങ്കിലും ഈ ഇടത് ഭാഗത്തുള്ള അഭികാരങ്ങളുടെ എണ്ണവും ഉൽപ്പന്നങ്ങളുടെ എണ്ണവും തുല്യമാക്കുക എന്നുള്ളതാണ് സന്തുലനം. അതിനുവേണ്ടി നമുക്ക് ചേർക്കാവുന്ന ഇടങ്ങൾ എന്ന് പറയുന്നത് ഈ ബിന്ദു, ഈ ബിന്ദു, ഈ ബിന്ദു, ഈ ബിന്ദു എന്നുള്ള ഈ ബിന്ദു ഞാൻ ആ ഡോട്ട് ഇട്ട് വരച്ചിരിക്കുന്നിടത്ത് മാത്രമേ നമുക്ക് എന്തെങ്കിലും സംഖ്യ ചേർക്കാൻ സാധിക്കൂ. ഈ സംഖ്യ ചേർക്കുമ്പോൾ ഇവിടെ ഒരു 2 ചേർത്താൽ അത് 4 എണ്ണമായി മാറും. 2 × 2 4. ഇവിടെ ഒരു 2 ചേർത്താൽ ഇതിനകത്തുള്ള ജലത്തിന്റെ ഘടകങ്ങളായ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. ഞാൻ 2 ചേർക്കുന്നത് എങ്കിൽ 2 × 2 4 ഹൈഡ്രജൻ ആകുന്നു. ഈ 2 അപ്പുറത്തേക്ക് ബാധകമായതുകൊണ്ട് 2 ഓക്സിജനും ആവും. ഒരു പക്ഷേ ഞാൻ 3 ചേർക്കുന്നത് എങ്കിൽ ഇവിടെ ഹൈഡ്രജന്റെ എണ്ണം 3 × 2 6ഉം 3 ഓക്സിജനും ആവും. എന്താണ് നമ്മൾ ഇവിടെ ചേർക്കുന്നത്? അത് അടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗുണിതം ചെയ്ത് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് വേണം കാണേണ്ടത്. ഞാൻ ആദ്യം ഏറ്റവും ലളിതമായിട്ടുള്ള ആൽക്കൈൻ ആയിട്ടുള്ള മീഥൈനെ കുറിച്ച് പരിചയപ്പെടുത്താം. മീഥൈൻ CH4 ആണ് മീഥൈന്റെ സമവാക്യം അഥവാ കെമിക്കൽ ഫോർമുല ഓഫ് മീഥൈൻ ഈസ് CH4. ഇതിനെ ജ്വലനത്തിന് വിധേയമാക്കുക എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായി രാസപ്രവർത്തനത്തിന് വിധേയമാക്കുന്നു. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജലവും കാർബൺ ഡയോക്സൈഡും ലഭിക്കും. ഇത് ഞാനൊന്ന് തുലനം ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം വരുന്നത് കാർബൺ ആണ്. കാർബൺ യഥാർത്ഥത്തിൽ നമ്മളൊരു കണ്ണാടിയിലൂടെ നോക്കുന്നത് പോലെയാണ്. ഒരു കണ്ണാടി, ഒരു സാങ്കല്പികമായ കണ്ണാടിയാണ്. ഈ സാങ്കല്പികമായ കണ്ണാടിയിലൂടെ ഞാൻ നോക്കുമ്പോൾ കാർബൺ നോക്കിയപ്പോൾ കാർബണിന് ഒരു കാർബണാണ് കാണുന്നത്. എൻ്റെ ഒരു തല അല്ലെങ്കിൽ എൻ്റെ ഒരു രീതി അവിടെ കാണുന്നത്, എൻ്റെ തലയും എൻ്റെ ശരീരവും അവിടെ ഉടലും കാണുന്നുണ്ടോ എന്ന് കാർബൺ ഈ കണ്ണാടിയിലൂടെ അങ്ങോട്ട് നോക്കിയപ്പോൾ കാണുന്നുണ്ട്. അതാ ഇവിടെ കാണുന്നുണ്ട് കാർബൺ. ഒരു കാർബണേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് കാർബണിന്റെ കാര്യത്തിൽ സംതൃപ്തമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അടുത്ത ആളായിരുന്നു ഹൈഡ്രജനെ നോക്കി. ഹൈഡ്രജൻ ഇവിടെ 4 ഹൈഡ്രജനെ കാണുന്നുണ്ട്. ഇപ്പുറത്തോട്ട് നോക്കിയപ്പോൾ ഇവിടെ കാണുന്നത് 2 ഹൈഡ്രജൻ ആണ്. 2 ഹൈഡ്രജന്റെ ഉടൽ മാത്രമേ കാണുന്നു. ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്. 2നെ 4 ആക്കുന്നതിന് വേണ്ടി നമുക്ക് ചേർക്കാൻ സാധിക്കുന്നത് ഇവിടെ മാത്രമാണ്. അവിടെ ഞാൻ 2 ചേർത്ത് കൊടുത്തു. അങ്ങനെ 2 ചേർത്ത് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു എന്നാൽ ഈ 2 ഹൈഡ്രജനുകളും കൂട്ടി 2 × 2 4 ഹൈഡ്രജനായി. അറിയാതെ ഒരാളുടെ ഉടൽ എത്രയായി മാറി? 2ആയി മാറി. ഇത് രണ്ടും കഴിഞ്ഞാൽ ഓക്സിജനെ നമ്മൾ നോക്കേണ്ടത് സാധാരണ ഒരു സമീകരണം പോലെയല്ല.
ഓക്സിജനെ നമ്മൾ ഉൽപ്പന്നങ്ങളുടെ ഭാഗം അല്ലെങ്കിൽ പ്രൊഡക്ട്സിന്റെ ഭാഗത്തു നിന്ന് ആണ് നമ്മൾ സമീകരിക്കേണ്ടത്. ഇതിൽ എത്ര ഉണ്ടോ അതിന്റെ നേർപകുതി ഇവിടെ ചേർക്കുക എന്നുള്ളതാണ് ഇതിന്റെ രീതി. അതിൽ ചിലപ്പോൾ ഭിന്നകം വരാം, അതായത് ഫ്രാക്ഷൻ വരാം. ഫ്രാക്ഷൻ വന്നാലും അത് കുഴപ്പമില്ല, അതിനെ നമുക്ക് ഫ്രാക്ഷൻ മാറ്റാനുള്ള മാർഗമുണ്ട്. അപ്പൊ ഇത് ഞാൻ നോക്കിയപ്പോൾ ഇവിടുത്തെ ഓക്സിജൻ നോക്കിയപ്പോൾ 2 ഓക്സിജൻ ഇവിടെയുണ്ട്, ഇവിടെയും 2 ഓക്സിജൻ ഉണ്ട്. അങ്ങനെ മൊത്തം ഉൽപ്പന്നങ്ങളുടെ ഭാഗത്ത് 4 ഓക്സിജൻ ആണ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ 4 ഓക്സിജനും ഇവിടെ കാണേണ്ടതാണ്. അപ്പോൾ ഓക്സിജനെ മാത്രം നമ്മൾ ഉൽപ്പന്നത്തിൽ നിന്ന് അഭികാരത്തിലേക്ക് പോയാൽ വളരെ ലളിതമായി നമുക്ക് ഇതിനെ സമീകരിക്കാൻ സാധിക്കും. നോക്കൂ, 2ഉം 2ഉം 4ആണ്. 4 ആയതുകൊണ്ട് 4ന്റെ പകുതി നേർപകുതി 2ആണ്. ആ 2 ചേർത്ത് കൊടുക്കും. ഇനി ഒരു പക്ഷെ 5ആണ് വരുന്നതെങ്കിൽ 5ന്റെ പകുതിയായിട്ടുള്ള 2.5 നമ്മൾ ഇട്ട് കൊടുക്കും. 7ആണ് വരുന്നതെങ്കിൽ 7ന്റെ പകുതിയായിട്ടുള്ള 3.5 ഇട്ട് കൊടുക്കും. ഒരു പേടിക്കും വേണ്ട. ആ ഭിന്നകം വരുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. പക്ഷെ അതിനെ സമീകരിച്ച് ഭിന്നകം ഇല്ലാത്ത രീതി അല്ലെങ്കിൽ ഫ്രാക്ഷൻ ലെസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണം. ഇതിന്റെ ഉത്തരം നമുക്കിത് വ്യക്തമാണ്. നോക്കൂ, കാർബൺ 1 തുല്യമാണ് ഹൈഡ്രജൻ 4, ഹൈഡ്രജൻ 2 × 2 4, ഓക്സിജൻ 2 × 2 4, ഓക്സിജൻ ഇവിടെ 2ഉം അവിടെ 2ഉം. അങ്ങനെ ഇത് ഒരു സമീകരിച്ച ഒരു സമവാക്യമായി മാറി മീഥെയിന്റെ. തുടർന്നുള്ളതാണ് ഞാൻ അടുത്തത് പറയുന്നതാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ തുടർച്ച പറയുന്നതാണ്. അടുത്ത നന്ദി, നമസ്കാരം.